പാരറ്റ് ഫിഷസിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാങ്കിന്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഭയങ്കര ഷൈ ആണ്, ഓടി ഒളിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇവരുടെ ഈ ഷൈനെസ് മാറ്റിയെടുക്കുക, എങ്ങനെയാണ് നമുക്ക് ഇവരെ ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ച് അത് നമ്മൾ ടാങ്കിന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന രീതിയിലാക്കി മാറ്റാൻ പറ്റുക എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന പാരറ്റ് ഫിഷസിനെ നമ്മൾ ചെല്ലുമ്പോൾ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ട്രെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സംഗതി എന്ന് പറയുന്നത് ഫുഡാണ്. അതായത് നമ്മൾ അക്വേറിയത്തിലേക്ക് അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ വളരെ കുറഞ്ഞ എമൗണ്ടിൽ പാരറ്റ് ഫിഷസിന് ഫുഡ് ഇട്ട് കൊടുക്കണം. ഈ ഫുഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഫുഡ് കഴിക്കുന്നതിന് വേണ്ടി ഇവർ വരികയും എപ്പോൾ നമ്മൾ ടാങ്കിന്റെ അടുത്തേക്ക് ചെല്ലുന്നോ അപ്പോഴൊക്കെ നമ്മൾ ടാങ്കിലേക്ക് ചെറിയ രീതിയിൽ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരാൾ ടാങ്കിന്റെ അടുത്തേക്ക് വരുന്നത് ഫുഡ് ഇട്ട് കൊടുക്കാനാണ് എന്നുള്ളത് പാരറ്റ് ഫിഷസിന് മനസ്സിലാകുകയും ഒരാഴ്ചയോ 10 ദിവസത്തിനോ ഉള്ളിലായി പാരറ്റ് ഫിഷസ് എല്ലാം നമ്മൾ ടാങ്കിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഫുഡ് ഇടുന്നതിന് വേണ്ടിയാണ് ചെല്ലുന്നത് എന്ന രീതിയിൽ എല്ലാവരും മാളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിഷിന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫിഷിന് നമ്മൾ ഒരുപാട് ഫീഡ് കൊടുക്കുന്നില്ല. നമ്മൾ വളരെ കുറഞ്ഞ എമൗണ്ട്, അതായത് 20 ഫിഷസ് ഒരു അക്വേറിയത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ 2-3 ഫിഷിന് കഴിക്കാൻ പാകത്തിനുള്ള ഫുഡ് മാത്രമേ അക്വേറിയത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് തവണയായിട്ടുള്ള ഇടവേളകളിൽ നമുക്ക് അക്വേറിയത്തിൽ ഫുഡ് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്.